ഡിബേറ്റ് വിത്ത് ഡോക്ടർ അരുൺകുമാർ. തുടർച്ചയായി പാർലമെന്റ് സ്തംഭിക്കപ്പെടുന്നു. അദാനിയുടെ അഴിമതി ന്യൂയോർക്കിലല്ല ഇന്ത്യയിൽ JPC അന്വേഷിക്കണം എന്നതാണ്, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അന്വേഷിക്കണം എന്നതാണ് പ്രതിപക്ഷത്തിലെ ആവശ്യം. ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കാൻ ഡോക്ടർ വി ശിവദാസൻ MP, CPM പ്രതിനിധി, മിഥുൻ വിജയകുമാർ വലത് നിരീക്ഷകൻ, ഒപ്പം അഡ്വക്കേറ്റ് മാത്യൂസ് നെടുമ്പാറ സുപ്രീം കോടതി അഭിഭാഷകനും തത്സമയം ചേരും. അദാനിയുടെ കാവലാളോ എന്നാണ് ചോദ്യം. ആദ്യം മിഥുൻ വിജയകുമാറിലേക്ക് പോകുന്നു. മിഥുൻ വിജയകുമാർ, കൈക്കൂലി, ഗൂഢാലോചന, വഞ്ചന, ഈ കുറ്റകൃത്യങ്ങളുടെ പേരിൽ US ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ട് പ്രകാരം ന്യൂയോർക്കിൽ ഇട്ടിരിക്കുന്നൊരു കേസാണ്. പക്ഷേ കൈക്കൂലി വാങ്ങിയത് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരുമാണ്. ആന്ധ്രാപ്രദേശിൻ്റെ, ഒഡീഷയുടെ, തമിഴ്നാടിൻ്റെ, ജമ്മു കാശ്മീരിലെ സാധാരണക്കാർക്ക് പറ്റിച്ചുകൊണ്ട് ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങാൻ അദാനി ഗ്രൂപ്പ് ഇവർക്ക് കൈക്കൂലി കൊടുത്തു എന്നതാണ് ആരോപണം. അമേരിക്കയിൽ കേസിട്ടാൽ മതിയോ? ഇന്ത്യയിൽ ഇത് ഒരു വലിയ കൈക്കൂലിയായ വിഷയമായി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അന്വേഷിക്കേണ്ട ഒരു വലിയ ഗൗരവമേറിയ കേസല്ലേ മിഥുൻ വിജയകുമാർ? അതിനെന്താണ് സർക്കാർ വഴങ്ങാത്തത്? സർക്കാർ എന്താണ് അദാനിയുടെ കാവലാളായി തുടരുന്നത്? മിഥുൻ, നമുക്ക് അരുൺ, ഇവിടെ താങ്കളുടെ പ്രസന്റേഷനിൽ സൂചിപ്പിച്ച പോലെ ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ട് US-ന്റെ പരിധിയിൽ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ജൂറിസ്ഡിക്ഷണൽ പെർമിഷൻ അവർക്കുണ്ടോ എന്ന കാര്യം വലിയൊരു വിഷയമായി അവിടെ കിടക്കുന്നുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം, ഇത് കേസ് എടുത്തിരിക്കുന്നത് US അറ്റോർണി ഓഫീസിന്റെ US അറ്റോർണി ഓഫീസാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഇത് എക്സ്റ്റൻസീവ് ഇൻവെസ്റ്റിഗേഷൻ ബൈ FBI, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് വന്നിരിക്കുന്നത്. FBIക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള ജൂറിസ്ഡിക്ഷണൽ ലിമിറ്റ് ഉണ്ടോ? അപ്പം ഈ കാര്യങ്ങളൊക്കെ കൂടെ പരിശോധിച്ച് വേണ്ടേ നമ്മൾ ഈ ഒരു എന്താ പറയാ FCPA ആക്ടിനെ കാണുക. FCPA ആക്ടിന്റെ പരിധിയിൽ തന്നെ അത് അമേരിക്കയിൽ FBIയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസും നോക്കിക്കോളും. പക്ഷേ ഇന്ത്യയിൽ ഈ സംസ്ഥാനങ്ങൾ 2092 കോടി രൂപ കൈക്കൂലി വാങ്ങിയിരിക്കുന്നു, അതും ഉയർന്ന നിരക്കിൽ സോളാർ എനർജി വാങ്ങാൻ എന്നുള്ളത് ഗൗരവമേറിയ ഒരു വിഷയമല്ലേ? അത് ഗൗരവമേറിയ വിഷയമാണെങ്കിൽ അത് അമേരിക്കയിൽ അന്വേഷിച്ചത് ഏത് ഏജൻസിയാണ്? അത് ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? FBIക്ക് അമേരിക്കയിൽ അന്വേഷിക്കുന്നതിലാണോ നിങ്ങളുടെ പ്രശ്നം? നമ്മുടെ പ്രതിപക്ഷത്തിന്റെ പ്രശ്നം ഇന്ത്യയിൽ കേസ് എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യയിൽ എന്തുകൊണ്ട് കേസ് എടുക്കുന്നില്ല? അല്ല, പ്രതിപക്ഷം ഇതിന്റെ ലോജിക്കൽ ആസ്പെക്ടിൽ വേണ്ടേ സംസാരിക്കുക. കാരണം ഇന്ത്യയിൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള ജൂറിസ്ഡിക്ഷണൽ ലിമിറ്റ് FBIക്ക് ഉണ്ടോ? FBIക്ക് ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള ജൂറിസ്ഡിക്ഷണൽ പെർമിഷൻ ഉണ്ടോ? അതില്ല. മാത്രമല്ല, ഇനി അവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ കണക്കിലെടുക്കുകയാണെങ്കിൽ തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒരുപാട് സംസ്ഥാനങ്ങളുടെ കാര്യങ്ങളല്ലേ? ഒറീസ, UP, ഛത്തീസ്ഗഡ്, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, JNK. തമിഴ്നാട്ടിൽ എന്താ ഈ ചർച്ചയിൽ ആക്ച്വലി വേണ്ടിയിരുന്നത് ഒരു കോൺഗ്രസ് പ്രതിനിധിയാണ്. പക്ഷെ കോൺഗ്രസ് പ്രതിനിധി ഇന്ന് മിസ്സിംഗ് ആണ്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഇൻഡക്ട്മെന്റിൽ പറയുന്ന കാര്യങ്ങൾ എന്താ? ഒന്ന്, തമിഴ്നാടുവിലെ DMK ഗവൺമെന്റിന്റെ വിഷയം അതിൽ വരുന്നുണ്ട്. ഒറീസ അന്ന് ഭരിക്കുന്നത് BJD ആണ്. പിന്നെ ഛത്തീസ്ഗഡ് ഭൂപേഷ് ബാഗേൽ ഭരിക്കുന്ന സമയമാണ്. ആന്ധ്രാപ്രദേശിലാണ് YSRCP. JNKയിലാണെങ്കിൽ സത്യപാൽ മലിക് നേരിടുന്ന കേസസ് ഒക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ചർച്ചയിൽ പങ്കെടുക്കാത്തത്? കാരണം കോൺഗ്രസ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ പാർലമെന്റ് സ്തംഭിപ്പിക്കുന്നു. പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാവുന്നതുകൊണ്ടാണോ അദാനിക്കെതിരെ കേസെടുക്കാത്തത്? അല്ല, ഭൂപേഷ് ബാഗേലിനെ പുറത്താക്കാൻ കോൺഗ്രസ് തയ്യാറാണോ? അല്ലെങ്കിൽ DMKയുമായിട്ട് അന്വേഷണം നടക്കട്ടെ. തീർച്ചയായും നടക്കണം. പറഞ്ഞോ JPC ആര് ഭയക്കുന്നു? ഞാൻ ഇവിടെ പറഞ്ഞൊരു കാര്യം എന്താണ്, ഇതിന്റെ ജൂറിസ്ഡിക്ഷണൽ പെർമിഷൻ ഉള്ള ഒരു അതോറിറ്റി ആണോ ഇത് അന്വേഷിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേസിന്റെ പശ്ചാത്തലത്തിലുള്ള വെളിപ്പെടുത്തലുകളാണല്ലോ നമ്മൾ പരിശോധിക്കുന്നത്. ഈ കേസ് അമേരിക്കയിൽ എത്രത്തോളം ഞാൻ മനസ്സിലാക്കുന്നതിനും വലിയ പിഴയൊക്കെ അടച്ചാൽ നമുക്കിപ്പം മാത്യൂസ് നെടുമ്പാറയുണ്ട്. മാത്യൂസ് നെടുമ്പാറ അതിന്റെ സാങ്കേതികത്വവും നിയമപ്രശ്നവും വിശദീകരിക്കും. പക്ഷേ എനിക്കറിയേണ്ടത് മിഥുൻ, ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന 5 സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥന്മാരും അദാനി ഗ്രീൻ എനർജിയുടെ പക്കൽ നിന്ന് 2092 കോടി രൂപ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ? അത് ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അത് JPC അന്വേഷിക്കണം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അല്ല, പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്തോ ആവട്ടെ, അത് അന്വേഷിക്കണം എന്ന് തന്നെയാണ് എന്റെ ആവശ്യം. കാരണം അങ്ങനെ അദാനി ഗ്രൂപ്പ് അങ്ങനെ ഒരു പ്രശ്നത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടുക തന്നെ വേണം. ഞാനിവിടെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഓത്തന്റിസിറ്റി, അതിനെക്കുറിച്ച് അരുൺ പ്രത്യേകിച്ച് മറുപടി ഒന്നും ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അരുൺ, എത്രയോ കമ്പനീസിന്റെ പേരിൽ ഈ പറഞ്ഞ പോലെ FCPA ആക്ട് ചുമത്തിയിട്ടുണ്ട്. അല്ല, ഇങ്ങനെ കൈക്കൂലി കൊടുത്തത് മറച്ചുവെച്ച് നിക്ഷേപ സമാഹരണം നടത്തി എന്നതാണല്ലോ കേസ്.
അത് അമേരിക്കയിലെ ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ട് പ്രകാരം എടുത്തിരിക്കുന്ന ഒരു കേസാണ്. അതിന് നമ്മൾ ഇന്ത്യയിൽ ഇരുന്ന് അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ. അത് നിലവിൽ FBI-ക്ക് ഇന്ത്യയിൽ ജൂറിസ്ഡിക്ഷൻ ഇല്ല. പക്ഷേ ഒരു കാര്യം അവർക്ക് സാധിച്ചു. ടോട്ടൽ എനർജി അടക്കം ഫ്രഞ്ച് കമ്പനികളടക്കം അദാനിയുടെ ഇൻവെസ്റ്റ്മെന്റ് തടഞ്ഞു. അമേരിക്കയിൽ ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആന്ധ്രാപ്രദേശ് ഈ സോളാർ എനർജി എഗ്രിമെന്റ് പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചു ഇന്ന്. ഇതൊക്കെ അദാനി കേൾക്കുന്ന തിരിച്ചടിയാണല്ലോ. മോഡീസിന്റെയും ഫിച്ചിന്റെയും റേറ്റിംഗ് ഇടിഞ്ഞു. പക്ഷെ അപ്പോഴും JPC ഇല്ല. ഒന്നാമത്തെ കാര്യം അരുൺ, ഇതിൽ BJP എന്തുകൊണ്ടാണ് പ്രതികൂട്ടിലാവുന്നത്? ഇതിൽ BJP എന്താണ് ഉത്തരം പറയേണ്ടത്? ഇത് അദാനി ഗ്രൂപ്പിന്റെ ഉത്തരവാദിത്തമാണ്. പ്രഖ്യാപിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എന്തുകൊണ്ട് JPC പ്രഖ്യാപിക്കുന്നില്ല? എന്തുകൊണ്ട് JPC പ്രഖ്യാപിക്കുന്നില്ല? JPC പ്രഖ്യാപിക്കണോ വേണ്ടയോ എന്നത് US-ലെ എന്തെങ്കിലും ഒരു ഇൻഡക്ട്മെന്റ് അടിസ്ഥാനത്തിലല്ല, അതൊരു വേർഡിക്റ്റ് പോലല്ല. US-ന്റെ അടിസ്ഥാനത്തിലല്ല, അത് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതാണ്. പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന US രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന കേസിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ അതിന്റെ വസ്തുതകൾ പരിശോധിക്കാൻ പ്രതിപക്ഷം ആവശ്യപ്പെടുമ്പോൾ അദാനി അപ്പുറത്ത് നിൽക്കുന്നത് കൊണ്ട് JPC ഇല്ല എന്ന നിലപാട് ശരിയല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഡോക്ടർ വി ശിവദാസനിലേക്ക് പോകുന്നു. ഡോക്ടർ വി ശിവദാസൻ, ഈ കേസിൽ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഒരു കക്ഷിയാണല്ലോ. ഈ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വഴിയാണല്ലോ വിവിധ സംസ്ഥാനങ്ങൾക്ക് വൈദ്യുതി വിതരണം ചെയ്യാനുള്ളൊരു കരാറിൽ ഈ അദാനി ഗ്രൂപ്പ് ഏർപ്പെടുന്നത്. ഈ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഈ വിഷയത്തിൽ അന്വേഷണം നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സോളാർ എനർജി കമ്മീഷൻ ഓഫ് ഇന്ത്യ അന്വേഷണം നടത്താമെന്ന് പറഞ്ഞിട്ടും അതിൽ തൃപ്തി പോരാതെ JPCയുടെ അന്വേഷണം വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തർത്ഥത്തിലാണെന്നാണ് കേന്ദ്ര സർക്കാർ ചോദിക്കുന്നത്. അല്പസമയം മിഥുൻ ചോദിച്ച ചോദ്യമുണ്ട്. അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്തൊരു കേസിന്റെ പേരിൽ ഇന്ത്യയിൽ JPC അന്വേഷണം വേണമെന്ന് പറയുന്നത് എന്തിനാണ്? ഇന്ത്യയിലെ വലതുപക്ഷത്തിൻ്റെ അരുമയായിട്ടാണ് അദാനി വളർന്നു വന്നിട്ടുള്ളത്. അദാനിക്കെതിരെ ഡയറക്ടറേറ്റ് ഓഫ് ഇൻ്റലിജൻസ്, നമ്മുടെ റവന്യൂ ഇൻ്റലിജൻസ്, അവർ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിച്ചപ്പോൾ അന്ന് സർക്കാർ എടുത്തിട്ടുള്ള സമീപനം എന്താണ് എന്നുള്ളത് കൂടി ആലോചിക്കുന്നത് നല്ലതാണ്. ഇന്തോനേഷ്യയിൽ നിന്ന് കൽക്കരി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ബില്ലിംഗ് അവർ സിംഗപ്പൂർ കേന്ദ്രമായിട്ടുള്ള അവരുടെ തന്നെ മറ്റൊരു കമ്പനി മുഖാന്തരം ബില്ല് ചെയ്യുകയും ഇന്ത്യയിൽ ഉയർന്ന വിലക്ക് വിൽക്കുകയും അതുവഴി ഇന്തോനേഷ്യയിലെയും ഇന്ത്യയിലെയും സർക്കാരുകളെ പറ്റിച്ചുകൊണ്ട് വലിയ തുക സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് അന്ന് തന്നെ നമ്മൾ കാണാനിടയായതാണ്. ഇപ്പോൾ ഇവിടെ അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസിൻ്റെ പശ്ചാത്തലവും കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കേണ്ടതാണ്. ഇവിടെ പരാമർശിക്കപ്പെട്ട് കഴിഞ്ഞ് ഈ ഏതാനും സമയം മുമ്പ് അദാനി ഗ്രൂപ്പ് ഇറക്കിയിട്ടുള്ള പത്രപ്രസ്താവനയിൽ ഉൾപ്പെടെ അവർക്ക് നേരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസ് അവർ അംഗീകരിക്കുകയാണ്. ഈ സംഘം, അദാനിയുടെ സംഘം, സാമ്പത്തിക രാജ്യത്തിന്റെ ഞാൻ പറഞ്ഞത് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസിനെ അവർ അംഗീകരിച്ചിരിക്കുന്നു. അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. പക്ഷേ ഇതിന്റെ എല്ലാം ഇവരുടെ സാമ്പത്തിക ഇടപാടുകളുടെ തട്ടിപ്പുകളുടെ ഭാരം പേറുന്ന ഇന്ത്യയിൽ, ഭാരം പേറുന്ന ഇന്ത്യയിൽ ഈ ഗവൺമെന്റ് അദാനിയുടെ സംഘത്തിനെതിരായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാവുന്നില്ല. DRIയെ പോലും അതിൽ നിന്ന് വിലക്കുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അദാനിയെ എന്തിനാണ് സംരക്ഷിക്കുന്നത്? ഇന്ത്യയുടെ ഈ നാട്ടിലെ ജനങ്ങളുടെ വിയർപ്പ്, രക്തം, അതിൻ്റെ കോടാനുകോടി രൂപ, അതുവഴി ഉണ്ടായിട്ടുള്ള കോടാനുകോടി രൂപ അദാനിയുടെ സ്വന്തം ആസ്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ അഴിമതിയെക്കുറിച്ച്, വെട്ടിപ്പുകളെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നും ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി അതിനുവേണ്ടി തിരഞ്ഞെടുക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടത്. എന്നാൽ അദാനിയുടെ സംഭാവനകൾ സ്വീകരിച്ച് അദാനിയുടെ തഴുകലേറ്റുവാങ്ങി നിൽക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അദാനിയെ സംരക്ഷിക്കുക എന്ന ഏക പദ്ധതിക്കപ്പുറത്ത് മറ്റൊന്നും ചിന്തിക്കാനേ സാധിക്കുന്നില്ല. എത്രയെത്ര കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതിൽ അദാനിയുടെ ഇപ്പോഴത്തെ അമേരിക്കയിലെ കേസ് മാറ്റിവെക്കുക, ഹിൻഡൻബർഗ് റിപ്പോർട്ടിൻ്റെ ഭാഗമായി നാം കണ്ട കാര്യങ്ങൾ, അദാനിയും പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്ര വിദേശയാത്രകൾ ഒന്നിച്ച് നടത്തിയിട്ടുണ്ട് എന്നുള്ള ചോദ്യം പാർലമെൻറ്റിൽ ഉയർന്നപ്പോൾ മറുപടി വന്നിരുന്നില്ല. ആ യാത്രകളിൽ ഒന്നിൽ, ആസ്ട്രേലിയയിലേക്കുള്ള യാത്രകളിൽ ഒന്നിൽ, അതിൻ്റെ തുടർച്ചയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുത്തിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ വായ്പ രാജ്യം ചർച്ച ചെയ്തതാണ്. ഇന്ത്യയുടെ ബാങ്കുകളിൽ നിന്ന്, LICയിൽ നിന്ന്, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ അദാനിയുടെ സാമ്രാജ്യത്വത്തിലേക്ക്, അദാനിയുടെ സ്ഥാപനങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അദാനിയുടെ ഷെയർ മാർക്കറ്റിലുണ്ടാവുന്ന, അദാനിയുടെ ഷെയറുകളിലുണ്ടാവുന്ന ചെറിയ മാറ്റം SBIയെയും LIC ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെയും എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് നാം കാണുകയാണ്. പച്ചക്കുള്ള അഴിമതി, എല്ലാ അർത്ഥത്തിലുമുള്ള കൊള്ള ഈ രാജ്യത്ത്
ഈ സംഘം പക്ഷേ നോക്കൂ, അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ, ഒന്ന് ഛത്തീസ്ഗഡ്, ഭൂപേഷ് ബാഗൽ മുഖ്യമന്ത്രിയായിരിക്കുന്നു, മറ്റൊന്ന് നിങ്ങളുടെ സഖ്യകക്ഷിയായ DMK ഭരിക്കുന്ന തമിഴ്നാട്. അതിനെതിരായിട്ടുള്ള ഈ രണ്ട് സംസ്ഥാനങ്ങളാണ് അദാനിയുടെ കയ്യിൽ നിന്ന് കൈക്കൂലി കൂടുതൽ വാങ്ങിയ 5 സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്നത്. ഡോക്ടർ വി ശിവദാസൻ, ഞാൻ നിശബ്ദനാവാം. അപ്പോൾ ഈ സംസ്ഥാനങ്ങൾക്കെതിരെയും നിങ്ങൾ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ സഖ്യകക്ഷിയായ DMK-ക്കെതിരെയും ഭൂപേഷ് ബാഗലിനെതിരെയും നിങ്ങൾ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ടോ? സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ JPC-യുടെ അന്വേഷണമല്ലേ ആവശ്യപ്പെടുന്നത്? ഞങ്ങൾ ആവശ്യപ്പെടുന്നത് JPC അന്വേഷിക്കട്ടെ. JPC അന്വേഷണത്തിലൂടെ കുറെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുമല്ലോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള വാക്ക് കൃത്യമായിട്ട് ആലോചിച്ചോളുക. ഇന്ത്യൻ വലതുപക്ഷത്തിന്റെ അരുമയായിട്ടാണ് അദാനി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനും വളർച്ചയ്ക്കും RSS-നും BJP-ക്കും ഉൾപ്പെടെയുള്ള സംഘങ്ങൾക്കും പൊളിറ്റിക്കൽ ഫണ്ട് എന്ന നിലയിൽ. ശരി, ഞാൻ ഇതിന്റെ നിയമവശം കൂടി ഒന്ന് മാത്യൂസ് നെടുമ്പാറയോട് ചോദിച്ചു വരാം. ഒരു നിമിഷം ശിവദാസൻ. അഡ്വക്കേറ്റ് മാത്യൂസ് നെടുമ്പാറ, ഈ കേസിൽ നേരത്തെ മിഥുൻ ഉയർത്തിയ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. FBI-ക്ക് എവിടെ വരെയാണ് അന്വേഷണം? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ഇങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ ഇന്ത്യയിൽ അവർക്ക് വന്ന് ഈ കേസ് അന്വേഷിക്കാൻ കഴിയുമോ? അതും കൈക്കൂലി വാങ്ങിയിരിക്കുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരുമാണ് എന്നുള്ളതാണല്ലോ ആരോപണം. അപ്പോൾ ഒരു JPC വെച്ച് മാത്രമേ ഈ അന്വേഷണത്തിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരാൻ കഴിയുമോ? ഒരു CBI അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ടോ? ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇത് തുടർക്കഥയായി മാറുകയാണല്ലോ. എന്താണ് മാത്യൂസ് നെടുമ്പാറ ഇതിന്റെ ഒരു നിയമവശം? ഇതിനകത്ത് ഇന്ത്യയിൽ ഒരു ക്രിമിനൽ ഒഫൻസ് നടന്നാൽ ഇവിടെ അന്വേഷിക്കേണ്ട ഇന്ത്യയിലെ ഏജൻസികളാണ്. അപ്പൊ ഒരു ക്രൈം ലക്സ് ലോക്കി ഡെലിക്റ്റി, എവിടെയാണോ ക്രൈം ഒഫൻസ് നടന്ന് അവിടെ ആ രാജ്യത്തിന് മാത്രമേ, ആ രാജ്യത്തിലെ ക്രിമിനൽ സംവിധാനത്തിന് മാത്രമേ ജുറിസ്ഡിക്ഷൻ ഉള്ളൂ. അപ്പൊ ഇവിടെ പാർട്ട് ഓഫ് ദി ക്രൈം ഹാസ് ഒക്കേർഡ് ഇൻ ഇന്ത്യ. ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ്, തമിഴ്നാട് ഗവൺമെന്റ്, ഒഡീസ ഗവൺമെന്റ്, അവിടുത്തെ ചീഫ് മിനിസ്റ്റർ, അങ്ങനെയുള്ളവരെയൊക്കെ സ്വാധീനിച്ചെന്നാണ് ആക്ഷേപം. അവർക്ക് പൈസ കൊടുത്തെന്നാണ് ആക്ഷേപം. അപ്പൊ ആ ഒഫൻസ് ഹാസ് ഹാപ്പൻഡ് ഇൻ ഇന്ത്യ. And that part of the corruption only India agencies in India alone can investigate. And ideally it would be the CBI which can investigate. Then അമേരിക്കയിലെ ചേർന്ന ഒഫൻസ് ഉണ്ട്. അവരുടെ ഇൻഡിക്ട്മെന്റ് എന്ന് വെച്ചാൽ ഒരു ചാർജ് ഷീറ്റ്. ഞാൻ അത്രയധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും കേസ് പഠിക്കാൻ പറ്റിയില്ല. കാരണം ഒരു 6 മണിയായപ്പോ ഞാൻ ഇവിടെ സംസാരിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെടുന്നു. അപ്പൊ ഞാൻ നോക്കിയത്തോളം ഇത് നമ്മുടെ ഒബ്സ്ട്രക്ഷൻ ഓഫ് ജസ്റ്റിസ് ഇതൊക്കെ വലിയ സീരിയസ് ഒഫൻസ് ആണെന്നുണ്ടെങ്കിലും ഇതൊരു ഒരു ഇംപ്രസ്മെന്റ് ഒന്നും പ്രൊവൈഡ് ചെയ്തതായിട്ട് കാണുന്നില്ല. അപ്പൊ ഇതെല്ലാം ഫൈൻ അടച്ച് ഇറങ്ങി പോരാവുന്ന കേസായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ ശരിക്കും പഠിച്ചെന്ന് ഞാൻ പറയാൻ ഒക്കത്തില്ല. ജസ്റ്റ് 1 മണിക്കൂർ എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അവിടെ നമ്മുടെ ഗവൺമെന്റ്, ഇന്ത്യയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ല SEBI ഒക്കെ നടത്തുന്ന പോലെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് അത്. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ബിഫോർ എ ക്രിമിനൽ കോർട്ട്. പക്ഷെ അത് ഫൈൻ അടച്ച് തീർക്കാവുന്ന ഒഫൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞതിന്റെ അർത്ഥം ആ കേസ് അവിടെ നടന്നോട്ടെ, പക്ഷെ ഇന്ത്യയിൽ 2092 കോടി രൂപ കൈക്കൂലി വിവിധ സംസ്ഥാനങ്ങൾക്ക് കൊടുത്തു എന്നുള്ളൊരു ആരോപണം ഗുരുതരമാണ്. അതൊരു ക്രിമിനൽ ആയിട്ടുള്ള ഒഫൻസ് ആണ്. അത് ഇന്ത്യയിൽ അന്വേഷിക്കണം, FIR രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ ഒരു കോഗ്നിസബിൾ ഒഫൻസ് ഇൻഫർമേഷൻ ലഭിച്ചാൽ ദി പോലീസ് ഈസ് ഡ്യൂട്ടി ബൗണ്ട് ടു രജിസ്റ്റർ FIR. അതായത് താങ്കളും ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി എന്നൊരു ആവശ്യത്തെ അംഗീകരിക്കുന്നുണ്ട്. കാരണം ഇതിൽ വിവിധ സംസ്ഥാനങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ജമ്മു കാശ്മീർ, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു JPC നടക്കണം എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയമായുള്ള ഒരു ആവശ്യം. അഡ്വക്കേറ്റ് മാത്യൂസ് നെടുമ്പാറ, JPC എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു JPC പിന്നത്തെ അദാനിയെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോ ലീഗൽ വക്കീലിന്റെ അഭിപ്രായമല്ല, സാധാരണക്കാരന്റെ അഭിപ്രായം പറയാം. അദാനിയെ സംബന്ധിച്ചത് അവർക്ക് എല്ലാവരുമായിട്ടും നല്ല ബന്ധങ്ങളുണ്ട്. പ്രതിപക്ഷ പാർട്ടികളുമായിട്ട് ബന്ധങ്ങളുണ്ട്. ഇന്ത്യയില് ഇപ്പൊ അദാനി, അംബാനി ഇവരെയൊന്നും അവർക്കെതിരെ ഒരു ക്രിമിനൽ പ്രൊസീഡിങ്സ് ഒന്നും സാധ്യമല്ല. വലിയ ബിസിനസ്സുകാർക്കെതിരെ ഒന്നും ഒരു ക്രിമിനൽ പ്രൊസീഡിങ്സ് പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. സെബി അന്വേഷിക്കാൻ തീരുമാനിച്ചു. രണ്ടാമത്തെ റിപ്പോർട്ട് വരുന്നു, സെബിയുടെ ചെയർമാൻ മാധവി ബുച്ചിന് ഹിൻഡൻബർഗുമായിട്ട് വ്യാപാര ബന്ധമുണ്ട്, ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ട്. അതെല്ലാം പോട്ടെ. ഞാനൊരു കാര്യം ചോദിച്ചത്, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് മുൻ ചീഫ് ജസ്റ്റിസ് അമേരിക്കയിൽ പോയി. ആരെയാ കണ്ടത്? അപ്പൊ അതിലേക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളാണ് വരുന്നത്. അപ്പൊ നമ്മുടെ നിയമ സംവിധാനത്തെ പോലീസ് ആയിക്കോട്ടെ, പ്രോസിക്യൂഷൻ ആയിക്കോട്ടെ, കോടതി ആയിക്കോട്ടെ, അതെ അദാനി മാത്രമല്ല അംബാനി. അതെ, ഇപ്പൊ അനിൽ അംബാനിക്കെതിരെ 49,000 കോടി രൂപയുടെ
ബാങ്ക് ലോൺ 495 രൂപയ്ക്ക് ഈ സെറ്റിൽ ചെയ്തു. ഓൾമൈറ്റികൾക്കെതിരെയുള്ള രാഷ്ട്രീയ പോരാട്ടമാണ് പ്രതിപക്ഷം പാർലമെന്റിൽ നടത്തുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നൊരു അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് ആണ്. അവർക്ക് രണ്ടുപേർക്കും JPC രണ്ടുപേർക്കും അതിനകത്തൊരു റിമെയിൻ ഇൻ പബ്ലിക് ഡൊമൈൻ. ഒരു നാടകമാണ്, അത് കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇന്ത്യയിലെ JPC ഒന്നും അത്ര എഫക്റ്റീവ് അല്ല. അദാനിക്കെതിരെ ഇന്ത്യയിൽ അന്വേഷണം വേണ്ടേ? കേന്ദ്ര സർക്കാർ അദാനിയുടെ കാവലാളാകുന്നു എന്നാണ് ചോദ്യം. ഡോക്ടർ വി ശിവദാസൻ MP, മിഥുൻ വിജയകുമാർ വലത് നിരീക്ഷകൻ, അഡ്വക്കേറ്റ് മാത്യൂസ് നെടുമ്പാറ സുപ്രീം കോടതി അഭിഭാഷകൻ എന്നിവരാണ് ചർച്ചയിൽ. ഞാൻ ശിവദാസനും മിഥുനും ഓരോ മിനിറ്റ് വീതം നൽകാൻ. മിഥുൻ, ഇപ്പോൾ കാര്യങ്ങൾ ബോധ്യമായില്ലേ? ഇത് ഇന്ത്യയിലാണൊരു കേസ് ഇടേണ്ടത്. ആ കേസ് ഇവിടെ അന്വേഷിക്കാൻ എന്തുകൊണ്ട് സർക്കാർ തയ്യാറാവുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതുതന്നെയാണ് അഡ്വക്കേറ്റും ചോദിക്കുന്നത്. JPC പോലും അഡ്ജസ്റ്റ്മെന്റ് ആണ്. മിഥുൻ, അല്ല, അന്വേഷണം വേണ്ട എന്ന് ആരും പറഞ്ഞില്ല അരുൺ. പക്ഷെ ഇവിടെ ശ്രീ ശിവദാസൻ പറഞ്ഞൊരു കള്ളമുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞത് അദാനി ഈ പറഞ്ഞ കേസിലെ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചു എന്നാണ്. അദാനി ഇതിനെ മൊത്തം കാറ്റഗറിക്കലി ഡിനൈ ചെയ്ത് കഴിഞ്ഞു ശ്രീ ശിവദാസൻ. മാത്രമല്ല, ഇന്ന് അദാനി സ്റ്റോക്സിലെ സെർച്ച് താങ്കൾ നോക്കുകയാണെങ്കിൽ 20% അവരുടെ സ്റ്റോക്സ് സെർച്ച് ആയി കഴിഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ്? സാധാരണക്കാർ, ഇൻവെസ്റ്റേഴ്സ് താങ്കളുടെ ഈ പൊള്ളയായിട്ടുള്ള എന്താ പറയുക ഈ പ്രകടനങ്ങളിലൊന്നും ആൾക്കാർ വിശ്വസിക്കുന്നില്ല. അദാനി സ്റ്റോക്സിലെ സെർച്ച് മാത്രം താങ്കൾ നോക്കിയാൽ മതി. മാത്രമല്ല, ഇങ്ങനെ ഈ FPCA ആക്ട് ആണല്ലോ ഇവിടെ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ശിവദാസൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ FPCA ആക്ട് തന്നെ പറഞ്ഞൊരു കാര്യം, അതിലൊരു US എൻറ്റിറ്റി ഡയറക്ട്ലി ഇൻവോൾവ് ആയിരിക്കണമെന്നാണ്. ഈ ഒരു വിഷയത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല എന്ന് താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അവിടെ നിക്ഷേപ സമാഹരണം നടത്തിയിട്ടുണ്ടല്ലോ. അവിടെ 20 കോടി രൂപ കൊടുത്തിട്ട് $20 കോടി കടം വാങ്ങിയിട്ടുണ്ടല്ലോ. അതൊരു ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണ് അവിടെ നടന്നിരിക്കുന്നത്. അതാണ് FPCയിലുള്ളത്. അല്ല, ആ റിപ്പോർട്ട് താങ്കൾ വായിക്കണം, താങ്കൾ മനസ്സിലും വളരെ ബ്രീഫ് ആയിട്ടുള്ള മെൻഷൻസ് ആണ് ഇതൊക്കെ തന്നെ അതുള്ളത്. മാത്രമല്ല, FPCA ആക്ടിൽ ഒരുപാട് ഇന്റർനാഷണൽ കമ്പനീസും പുറത്തു വരണമെങ്കിൽ ദുരൂഹത മാറണമെങ്കിൽ ആരന്വേഷിക്കണമെന്നാണ് മിഥുൻ ആവശ്യപ്പെടുന്നത്. അരുൺ ഇത് സെബി അന്വേഷിച്ചോട്ടെ, ഏത് തരത്തിലുള്ള അന്വേഷണം വേണം നടന്നോട്ടെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഇതുപോലുള്ള കേസ് ഇത് ആദ്യമായിട്ടാണ് വന്നത്. സീമെൻസിന് നേരെ വന്നിട്ടില്ലേ? 2008 സീമെൻസിന് നേരെ ഇങ്ങനത്തെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നില്ലേ US കോടതിയിൽ? സമയത്തിന് പരിമിതി ഉള്ളത് കൊണ്ടാണ് മിഥുൻ. ഡോക്ടർ FPCക്ക് നേരെ വന്നിട്ടില്ലേ? ഫോക്സ് വാഗന് നേരെ വന്നില്ലേ? ഇവിടെ നേരത്തെ വലത് ബിജെപിയുടെ പ്രതിനിധിയായിട്ടുള്ള ബിജെപിയുടെ വലത് നിരീക്ഷകനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളിൽ അദാനിയുടെ ഓഹരി വില കൂടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമുണ്ട്. സ്വന്തം ആളുകളെ വെച്ചുകൊണ്ട് ഷെയർ വാങ്ങിയിട്ട് വില കൂട്ടുന്ന തന്ത്രത്തിന്റെ ഉടമയാണ് അദാനി എന്ന് DRIയുടെ റിപ്പോർട്ട്. അങ്ങ് പറയുമ്പോൾ ഞാൻ ഇടപെട്ടില്ല. മാന്യത സംസാരത്തിൽ ഉണ്ടാകുക ഇല്ല. അങ്ങ് പറയുമ്പോൾ ഞാൻ ഇടപെട്ടില്ല. അതുകൊണ്ട് ആ മാന്യത കാണിക്കുക. അങ്ങ് പറയുമ്പോൾ ഞാൻ ഇടപെട്ടില്ല. മാന്യത കാണിക്കൂ. അങ്ങ് പറയുമ്പോൾ ഞാൻ ഇടപെട്ടില്ല. DRIയുടെ റിപ്പോർട്ടിനകത്ത് അവര് പറയുണ്ടായി, അദാനി ചെയ്തുകൊണ്ടിരിക്കുന്നത് അദാനിയുടെ ആളുകളെ വെച്ചുകൊണ്ട് അദാനി വിവിധ രാജ്യങ്ങളിൽ നിന്ന് മൗറീഷ്യസ് ആസ്ഥാനമായിട്ടുള്ള കമ്പനികളെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ഷെയർ വാങ്ങുകയും അതുവഴി ഷെയറിൻ്റെ വിലയുയർത്തുകയും ചെയ്യുന്നു എന്നുള്ളത് DRI പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് വലതുപക്ഷത്തിൻ്റെ ആളുകൾ, BJPയെ ന്യായീകരിക്കുന്ന ആളുകൾ വിസ്മരിച്ചു പോകാൻ പാടില്ല. ഇന്ത്യയിലെ ജനങ്ങളെ പറ്റിക്കുന്ന അദാനിയുടെ അതുപോലെ മോദിയോടൊപ്പം നിൽക്കുന്ന വിവിധ കമ്പനികളുടെ പൊതുരൂപമാണ് DRIയുടെ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. DRIയെ നിയന്ത്രിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയല്ല, കേരളത്തിലെ സർക്കാരല്ല. അതും വിശദീകരിക്കേണ്ടത് ആവശ്യമില്ലല്ലോ. നാളത്തെ സ്ട്രാറ്റജി ഇത് തന്നെയാണോ? അദാനി വിഷയം തന്നെയാണോ പാർലമെന്റിൽ ഉയർത്തുക? അതോ നാളെ സഭ കൂടുമോ മറ്റു വിഷയങ്ങളുടെ പുറത്ത്? തീർച്ചയായും അദാനി വിഷയം പാർലമെന്റിനകത്ത് ശക്തമായി ഉയർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ പാർലമെന്റിനകത്ത് ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യിക്കുന്നതിന് വേണ്ടിയുള്ള തീവ്ര ശ്രമം നടത്തും. അദാനിയെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന മോദിയുടെ ശ്രമത്തെ BJPയുടെ ശ്രമം Debate with Dr. Arun Kumar.